Hello students. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ തിയറമാണ് കണ്ടിട്ടുണ്ടായിരുന്നത് 6 ഇക്വാലന്റ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഇതിന്റെ പ്രൂഫാണ് ഇനി നോക്കാനുള്ളത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ 4 ഇക്വാലന്റ് സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി നമ്മൾ വേറൊരു തിയറായിട്ട് പ്രൂവ് ചെയ്തത് തന്നെയാണ്. അപ്പോൾ ആ സെയിം പ്രൂഫ് ഇവിടെ എഴുതിയാൽ മതിയാവും കേട്ടോ. ആ തിയറത്തിന്റെ പ്രൂഫ് ഇവിടെ എഴുതിയാൽ മതിയാവും. A implies B, B implies C, C implies D ആൻഡ് D implies A. അത്രയും കേസ് നമ്മളൊരു തിയറായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആ സെയിം പ്രൂഫ് എഴുതുക. ഇനി അപ്പോൾ നമുക്ക് ബാലൻസ് ഉള്ളത് ഇയും എഫും ആണ്. ഇയും എഫും സ്റ്റേറ്റ്മെന്റ് എന്താന്ന് നോക്കി നോക്കിയേ. AX equal to B is consistent for every n by 1 matrix B. And F എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് AX equal to B has exactly one solution for every n by 1 matrix B. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് അപ്പം ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യത്തെ 4 നമ്മൾ ഇക്വാലന്റ് ആണെന്ന് പ്രൂവ് ചെയ്ത കാരണം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുക്കും. A എടുക്കും. A ഇംപ്ലൈസ് എഫ്, എഫ് ഇംപ്ലൈസ് ഇ, തിരിച്ച് ഇ ഇംപ്ലൈസ് എ. അങ്ങനെ ഒരു ചെറിയ സൈക്കിൾ ഫോം ചെയ്തിട്ടാണ് ഈ ഇക്വാലന്റ് സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് ഇതാണ്. A implies F, F implies E, E implies A. അപ്പോൾ ഒരു സൈക്കിൾ ഫോം ചെയ്തുല്ലോ. പിന്നെ A, B, C, D യോടൊക്കെ ഇക്വാലന്റ് ആയതുകൊണ്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഇക്വാലന്റ് കണ്ടീഷൻ എന്നുള്ള ആ ഒരു സൈക്കിൾ അതിൽ നിന്ന് നമുക്ക് ഏതിൽ നിന്ന് ഏത് വേണമെങ്കിലും റീച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ 6 ഇക്വാലന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് പ്രൂഫ് നോക്കാം. A implies F ആണ് ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. A എന്താ സ്റ്റേറ്റ്മെന്റ്? ക്യാപിറ്റൽ A ഈസ് ഇൻവേർട്ടിബിൾ. എ എന്ന് പറയുന്ന മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. എഫ് നമ്മൾ പ്രൂവ് ചെയ്യുന്നു. എഫ് എന്താണ്? AX equal to B has exactly one solution for every n by 1 matrix B എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. AX equal to Bക്ക് എക്സാക്ട്ലി വൺ സൊല്യൂഷനേ ഉള്ളൂ. അപ്പോൾ A ഈസ് ഇൻവേർട്ടിബിൾ ആണ് എങ്കിൽ ആകെ ഒരു സൊല്യൂഷനേ ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. അത് ഓൾറെഡി ഒരു തിയറായിട്ട് വേറൊരു തിയറായിട്ട് നമ്മൾ പ്രൂവ് ചെയ്തതാണ്. തിയറം 1.6.2. അപ്പോൾ അതിൻ്റെ പ്രൂഫ് ഞാൻ തന്നിട്ടുണ്ട്. ആ സെയിം പ്രൂഫ് ഇവിടെ എഴുതിയാൽ മതിയാവും. അപ്പോൾ നിങ്ങൾ നോട്ടിലേക്ക് എഴുതുമ്പോൾ വെറുതെ തിയറത്തിന്റെ നമ്പർ ഇട്ട് വെക്കാതെ ആ പ്രൂഫ് ഇവിടേക്ക് എടുത്തെഴുതാം കേട്ടോ. അപ്പോൾ ആ സെയിം പ്രൂഫ് കൊടുത്താൽ മതി. അപ്പോൾ അതിൽ നിന്ന് A ഇംപ്ലൈസ് എഫ് എന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് F ഇംപ്ലൈസ് ഇ എന്നുള്ളതാണ്. എഫിൽ നിന്ന് ഇയിലേക്ക് എത്താം എന്നുള്ളതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ എഫ് എന്തായിരുന്നു കണ്ടീഷൻ? AX equal to Bക്ക് എക്സാക്ട്ലി വൺ സൊല്യൂഷൻ ഉള്ളൂ എന്നുള്ളതായിരുന്നു എഫ് എന്ന് പറയുന്ന കണ്ടീഷൻ. ഇ എന്ന് പറയുന്ന കണ്ടീഷൻ AX equal to Bക്ക് ബി ഈസ് കൺസിസ്റ്റന്റ് എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. നമുക്കറിയാം സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾ ആ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ് എന്ന് പറയാം. അപ്പോൾ ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ് എന്ന് കൺക്ലൂഡ് ചെയ്യാം. സോ എഫ് ഇംപ്ലൈസ് ഇ എന്നുള്ള പ്രൂഫ് അതിൽ നിന്ന് കിട്ടും. നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഇ ഇംപ്ലൈസ് എ എന്നുള്ള പാർട്ടാണ്. ഇ ഇംപ്ലൈസ് എ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ അസ്യൂം ചെയ്യുക. ഇ എന്താണ്? AX equal to B എന്ന് പറയുന്ന സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ് എന്ന് അസ്യൂം ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് A ഈസ് ഇൻവേർട്ടിബിൾ എന്നുള്ളതിലേക്ക് എത്തണം. അപ്പോൾ നോക്കൂ, AX equal to B എന്ന് പറയുന്ന സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ് ഫോർ എനി n by 1 മെട്രിക്സ് B എങ്കിൽ നമുക്ക് ഈ കുറച്ച് സിസ്റ്റംസ് ഒരു n നമ്പർ ഓഫ് സിസ്റ്റംസ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ പെർട്ടിക്കുലർ സിസ്റ്റംസ് നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് വൺ വരുന്നത് AX equal to ബിയുടെ പ്ലേസിൽ 1 0 0 0 0 എന്നുള്ള മെട്രിക്സ് ആണ്. അതായത് ഫസ്റ്റ് എൻട്രി 1, ബാക്കി എല്ലാ എൻട്രീസും 0 ആയിട്ടുള്ള കോളം മെട്രിക്സ്. രണ്ടാമത്തെ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുന്നതിൽ AX equal to ബിയുടെ പ്ലേസിൽ ദ മെട്രിക്സ് 0 1 0 0 എക്സിട്ര. അതായത് സെക്കൻഡ് എൻട്രി 1 ആയിട്ടും ബാക്കിയെല്ലാം 0 ആയിട്ടുള്ള മെട്രിക്സ് ആണ് ഇത് വരുന്നത്. ഇനി അടുത്തത് അങ്ങനെ അടുത്ത എൻട്രി അടുത്ത സിസ്റ്റം എന്തായിരിക്കും? AX equal to 0 0 1 ആ രീതിയിൽ പോകുന്ന മെട്രിക്സ് ആയിരിക്കും. അടുത്ത സിസ്റ്റം ഫൈനൽ സിസ്റ്റം ലാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് 0 0 0 എക്സിട്ര 1 എൻട്രി 1 ആയിട്ട് വരുന്ന സിസ്റ്റം ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു n സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്തു എന്ന് വിചാരിച്ചു. അതിൽ x1 x2 എക്സിട്ര xn ബി ദ സൊല്യൂഷൻസ് ഓഫ് ദ റെസ്പെക്റ്റീവ് സിസ്റ്റം. ഈ ഓരോ സിസ്റ്റത്തിന്റെയും സൊല്യൂഷൻ നമ്മൾ ആദ്യത്തെ സൊല്യൂഷൻ x1 എടുത്തു, രണ്ടാമത്തെ സൊല്യൂഷൻ x2 എടുത്തു, അങ്ങനെ nth സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ നമ്മൾ xn എടുത്തു. അപ്പോൾ ഇതിന്റെ എല്ലാം ഇത് ഈ ഓരോന്നും x1 x2 x3 എക്സിട്ര എന്ന് ഇത് നിരത്തി ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മെട്രിക്സ് കിട്ടും. ആ മെട്രിക്സിനെ നമ്മൾ C എന്ന് വിളിച്ചു. ആദ്യത്തെ കോളം x1ന്റെ കോളാണ്, ഇതിന്റെ കോളാണ്. രണ്ടാമത്തത് x2ന്റെ കോളാണ്. അങ്ങനെ nthന്റെ കോളം, അങ്ങനെ ഒരു കോളം മെട്രിക്സ് എല്ലാം കൂടെ ഇവിടെ ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ n റോസും n കോളംസും വരുന്ന ഒരു n by n മെട്രിക്സ് C കിട്ടും. അവരെ നിരത്തി അങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അല്ലേ. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ AX1 AX2 ഈ AC എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ AC എന്ന് പറയുന്ന മെട്രിക്സ് എടുക്കുകയാണ്.
സി ഇതാണ് എങ്കിൽ എ സി എന്നുള്ള മെട്രിക്സ് എടുക്കുമ്പോൾ എ വെച്ച് പ്രൊഡക്റ്റ് ചെയ്യാണ് അല്ലേ. എ വെച്ച് സിയെ പ്രൊഡക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എ വെച്ച് അതിന്റെ ഓരോ കോളംസിനെയും പ്രൊഡക്റ്റ് ചെയ്യുക. അപ്പൊ കറസ്പോണ്ടിംഗ്ലി നമുക്ക് അതിന്റെ ഓരോ കോളംസും എ സി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓരോ കോളംസും AX1 AX2 എക്സെട്ര AXN ആണ് എന്ന് കിട്ടും അല്ലേ. ഇതവിടെ എഴുതിയിട്ടുണ്ട് AX1 AX2 എക്സെട്ര AXN ആണ് എന്ന് കിട്ടും. നമുക്കറിയാം x1 എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് സിസ്റ്റത്തിന്റെ സൊല്യൂഷനാ. അപ്പൊ AX1 എന്നുള്ളത് x1 ആ ഈ സിസ്റ്റത്തിനെ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ AX1ന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ കോളം മെട്രിക്സ് ആയിരിക്കും. അപ്പൊ അതിന് പകരം അവിടെ ആ കോളം മെട്രിക്സ് പ്ലേസ് ചെയ്തു. അതുപോലെ x2 എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിന്റെ സൊല്യൂഷനാ. അപ്പൊ ഇവിടെ എക്സിന്റെ പ്ലേസിൽ x2 ഇട്ട് കൊടുത്താലും ഈ ഇക്വേഷൻ ഹോൾഡ് ചെയ്യും. അപ്പൊ AX2 എന്നുള്ള കോളത്തിന് പകരം നമ്മൾ ഈ കോളം യൂസ് ചെയ്തു. അങ്ങനെ ലാസ്റ്റ് കോളത്തിന് പകരം ഈ കോളവും യൂസ് ചെയ്തു. ഇവിടെ ഓരോരുത്തരും സൊല്യൂഷൻ ആയതുകൊണ്ട് ഇവരൊക്കെ ഈ സിസ്റ്റംസിനെ സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റിയത്. അപ്പൊ നോക്കിയോക്കിയേ, ഇതൊരു ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ n ആണ്. അപ്പൊ ദാറ്റ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ I ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അപ്പൊ AC ഈക്വൽ ടു ക്യാപിറ്റൽ I ആണെങ്കിൽ C എന്തായിരിക്കും? A ഇൻവേഴ്സ് ആയിരിക്കും. അപ്പൊ C ഈക്വൽ ടു A ഇൻവേഴ്സ് ആയിരിക്കും. ദസ് A ഈസ് ഇൻവേർട്ടിബിൾ എന്ന് പറയാം. അങ്ങനെ നമുക്ക് ഈ യൂസ് ചെയ്ത് A ഇംപ്ലൈ ചെയ്യാനായിട്ട് പറ്റി. അതിൽ നിന്ന് A കിട്ടി. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ആ ആദ്യത്തെ 4 കണ്ടീഷനും കൂടി കൂട്ടിച്ചേർത്താൽ മൊത്തത്തിൽ 6 സ്റ്റേറ്റ്മെന്റ്സും ഇക്വാലന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് പറയും. ഇതിൽ നിന്ന് ഏതിലേക്ക് വേണമെങ്കിലും ചോദിക്കാട്ടോ. ഇത് 6 ഒരുമിച്ച് തരണമെന്നില്ല. ഏതെങ്കിലും 2 മാത്രം ഇംപ്ലൈ ചെയ്യാനായിട്ട് കാണിക്കാനായിട്ട് പറയാം. പ്രൂഫ് ചോദിക്കാം. ചെറിയൊരു ക്വസ്റ്റൻ ആയിട്ട് അതിൽ നിന്ന് സബ് ക്വസ്റ്റ്യൻസ് ആക്കി പ്രൂഫുകൾ ചിലതിന്റെ മാത്രമായിട്ട് എടുത്തിട്ട് ചോദിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ A ഈസ് ഇൻവേർട്ടിബിൾ ആണ് എങ്കിൽ AX ഈക്വൽ ടു ബിക്ക് എക്സാക്ട്ലി 1 സൊല്യൂഷൻ, അല്ലെങ്കിൽ AX ഈക്വൽ ടു ബി കൺസിസ്റ്റന്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ അത് മാത്രമായിട്ട് എടുത്തിട്ട് ചോദിക്കാം. 6 കൂടെ ഒരുമിച്ച് ചോദിക്കാനൊന്നും നിർബന്ധമൊന്നുമില്ല. അപ്പൊ പാർട്ടായിട്ട് തന്നെ നമ്മൾ പഠിച്ചു വെക്കുക ഇക്വാലന്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ പ്രൂഫ് വരുന്നത്. അടുത്ത നമുക്ക് വേറൊരു തിയറാണ്. തിയറത്തിൽ പറയുന്നത്, അപ്പൊ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ലെറ്റ് ക്യാപിറ്റൽ A ആൻഡ് ക്യാപിറ്റൽ B സ്ക്വയർ മെട്രിസസ് ഓഫ് ദ സെയിം സൈസ്. If AB is invertible, then A and B must also be invertible. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. എന്താ തീരം പറയുന്നത്? ഒരു പ്രൊഡക്റ്റ്, 2 സ്ക്വയർ മെട്രീസസിന്റെ സെയിം സൈസിൽ വരുന്ന 2 സ്ക്വയർ മെട്രീസസിന്റെ പ്രൊഡക്റ്റ് ഇൻവേർട്ടിബിൾ ആണ് എങ്കിൽ എയും ബിയും ഉറപ്പായിട്ടും ഇൻവേർട്ടിബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് പ്രൂഫ് നോക്കാം. We will show that B is invertible by showing that the homogeneous system Bx equal to 0 has only the trivial solution. അപ്പൊ ഇതൊരു തിയറായിട്ട് നമ്മൾ പഠിച്ച കാര്യമാണ്. ഒരു Bx equal to 0 അല്ലെങ്കിൽ Ax equal to 0 വെച്ചിട്ടായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. ഒരു ഹോമോജീനസ് സിസ്റ്റത്തിന് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ അതിന്റെ കോഎഫിഷ്യന്റ് മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണ് എന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചൊരു തിയറാണ്. അപ്പോൾ ആ തിയറം യൂസ് ചെയ്തിട്ട് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഹോമോജീനസ് സിസ്റ്റം നമ്മളിവിടെ ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. Bx equal to 0. അപ്പൊ Bx equal to 0ക്ക് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എന്ന് കാണിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? പ്രീവിയസ് ആ തിയറം യൂസ് ചെയ്തിട്ട് B ഈസ് ഇൻവേർട്ടിബിൾ, കറസ്പോണ്ടിങ് കോഎഫിഷ്യന്റ് മെട്രിക്സ് ഈസ് ഇൻവേർട്ടിബിൾ എന്നാണ് വരിക. അപ്പൊ അതിൽ നിന്ന് B ഈസ് ഇൻവേർട്ടിബിൾ എന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. If we assume that x0 is any solution of this system, then AB into x0 equal to A into Bx0 equal to A into 0 equal to 0 എന്ന് എഴുതാം. അപ്പോൾ അത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ x0 ഈ സിസ്റ്റത്തിന്റെ, ഈ ഹോമോജീനസ് സിസ്റ്റത്തിന്റെ വേറൊരു സൊല്യൂഷൻ ആണ് എന്ന് എടുത്തു. വേറൊരു സൊല്യൂഷൻ, അതിന് ആകെ ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ വേറൊരു സൊല്യൂഷൻ ഉണ്ട് എന്ന് എടുത്തിട്ട് ആ സൊല്യൂഷനും 0 സൊല്യൂഷൻ തന്നെയാണ് അല്ലെങ്കിൽ ട്രിവിയൽ സൊല്യൂഷൻ തന്നെയാണ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാം? ഈ സിസ്റ്റത്തിന് ആകെ ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരെണ്ണം ഉണ്ട്, x0 ആണ് അതിന്റെ സൊല്യൂഷൻ എന്ന് അങ്ങോട്ട് വിചാരിച്ചു. x0 അതിന്റെ സൊല്യൂഷൻ ആണ് എന്ന് പറഞ്ഞെടുത്തു. അപ്പോൾ x0 ഈ Bx equal to 0യുടെ സൊല്യൂഷൻ ആണ് എങ്കിൽ നമ്മൾ ഈ ഒരു വാല്യൂ AB ഇൻറ്റു x0, ഇതെല്ലാം മെട്രിക്സുകളാണ്. അപ്പോൾ AB ഇൻറ്റു x0 എന്നുള്ളതിനെ നമുക്ക് അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് A ഇൻറ്റു Bx0 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ A ഇൻറ്റു Bx0 എന്ന് എഴുതി
ഈ എക്സ് നോട്ട് സൊല്യൂഷൻ ആയതുകൊണ്ട് ബി എക്സ് നോട്ടിന്റെ വാല്യൂ സീറോ മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ എ ഇൻറ്റു സീറോ എന്ന് എഴുതി, എ ഇൻറ്റു സീറോ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഈക്വൽ ടു സീറോ മെട്രിക്സിനെ കൊണ്ട് ഏത് മൾട്ടിപ്ലൈ ചെയ്താലും സീറോ തന്നെയാണ് കിട്ടുക. അപ്പോൾ എ ബി ഇൻറ്റു എക്സ് നോട്ട് ഈക്വൽ ടു സീറോ ആണ് എന്ന് കിട്ടി. നമുക്കറിയാം എ ബി ഇൻവേർട്ടിബിൾ ആണ് എന്നറിയാം. എ ബി ഇൻവേർട്ടിബിൾ ആണ്. ഇപ്പൊ എക്സ് നോട്ട് എന്ന് പറയുന്നത് എ ബി ഇൻറ്റു എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ഹോമോജീനസ് സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ ആയിട്ടാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം എ ബി ഇൻറ്റു എക്സ് നോട്ട് എന്ന് പറയുന്നത് സീറോ ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ എ ബി ഇൻറ്റു എക്സ് ഈക്വൽ ടു സീറോ എന്നൊരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ, എന്നൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ അതിന്റെ സൊല്യൂഷനാണ് എക്സ് നോട്ട് എന്ന് കിട്ടി. എ ബി എന്ന് പറയുന്ന മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണ്. അപ്പൊ എഗെയിൻ നമ്മുടെ ആ പ്രീവിയസ് തിയറം യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ എ ബി ഇൻറ്റു എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന സിസ്റ്റത്തിന് ആകെ ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പൊ എക്സ് നോട്ട് അതിന്റെ ഒരു സൊല്യൂഷൻ ആണ് എങ്കിൽ എക്സ് നോട്ട് എങ്ങനെ തന്നെ വരാനേ പറ്റുള്ളൂ? എക്സ് നോട്ട് ഈക്വൽ ടു സീറോ എന്ന് വരാൻ തന്നെ പറ്റുള്ളൂ. അതൊരു പ്രീവിയസ് തിയർ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യമാണ് കേട്ടോ. അപ്പൊ എക്സ് നോട്ടിന്റെ വാല്യൂ എപ്പോഴും സീറോ ആയിരിക്കും സിൻസ് എ ബി ഈസ് ഇൻവേർട്ടിബിൾ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എക്സ് നോട്ട് എന്ന് പറയുന്നത് ബി എക്സ് ഈക്വൽ ടു സീറോയുടെ ഒരു സൊല്യൂഷൻ എന്നാണ് അസ്യൂം ചെയ്തിരുന്നത്. ചെയ്ത് വന്നപ്പോഴേ കാൽക്കുലേഷനും പ്രീവിയസ് തിയറും ഒക്കെ അപ്ലൈ ചെയ്ത് വന്നപ്പോൾ നമുക്ക് കിട്ടിയത് എക്സ് നോട്ട് എന്തായാലും സീറോ മെട്രിക്സ് മാത്രമായിരിക്കും എന്നാണ് കിട്ടിയത്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ആ പറഞ്ഞ തിയറം പ്രകാരം തന്നെ ഇവിടെ ബി എക്സ് ഈക്വൽ ടു സീറോയ്ക്കും ആകെ ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ബി ഇൻവേർട്ടിബിൾ ആണ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ബി ഇൻവേർട്ടിബിൾ ആണ് എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ബി ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ബി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും അല്ലെ, ബി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ ഈ എ ബി എന്നുള്ള മെട്രിക്സിന്റെ ലെഫ്റ്റിലായിട്ട് നമ്മൾ ബി ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാണ് എങ്കിൽ അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് എ ഇൻറ്റു ബി ബി ഇൻവേഴ്സ് എന്ന് എഴുതാം. ബി ഇൻവേഴ്സ് ബി ഇൻവേർട്ടിബിൾ ആയതുകൊണ്ട് ബി ഇൻവേഴ്സിനെ നമുക്ക് ഐ എഴുതാം. അപ്പൊ എ ഇൻറ്റു ഐ വിച്ച് ഇസ് ഈക്വൽ ടു എ എന്ന് കിട്ടും. അപ്പൊ നോക്കി നോക്കൂ, which is invertible since the left side is the product of invertible matrices. അപ്പോൾ എയുടെ വാല്യൂ എ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് ഈക്വൽ ടു എ എന്നാണ് നമുക്ക് കിട്ടിയത്. നോക്കി, എ ബി ഇൻവേർട്ടിബിൾ ആണെന്ന് ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ബി ഇൻവേഴ്സ് കിട്ടിയത് തന്നെ ബി ഇൻവേർട്ടിബിൾ ആയതുകൊണ്ടാണ്. അപ്പൊ ബി ഇൻവേഴ്സും ഇൻവേർട്ടിബിൾ ആണ്. രണ്ട് ഇൻവേർട്ടിബിൾ മെട്രീസസിന്റെ പ്രൊഡക്റ്റ് ആക്കി നമുക്ക് എയെ എഴുതാനായിട്ട് പറ്റി. രണ്ട് ഇൻവേർട്ടിബിൾ മെട്രീസസിന്റെ പ്രൊഡക്റ്റ് എപ്പോഴും ഇൻവേർട്ടിബിൾ ആയിരിക്കും. അപ്പൊ എ രണ്ട് ഇൻവേർട്ടിബിൾ മെട്രീസസിന്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് എയും ഇൻവേർട്ടിബിൾ ആയിരിക്കും. ഓൾറെഡി നമ്മൾ ബി ഇൻവേർട്ടിബിൾ ആണെന്ന് പ്രൂവ് ചെയ്തിരുന്നു. ഇപ്പൊ നമുക്ക് കിട്ടി എയും ഇൻവേർട്ടിബിൾ ആണെന്ന്. ദാറ്റ് ഈസ് ദ പ്രൂഫ്. എയും ബിയും ഇൻവേർട്ടിബിൾ ആണ്. എ ബി ഇൻവേർട്ടിബിൾ ആണെങ്കിൽ എയും ബിയും ഇൻവേർട്ടിബിൾ ആണ്. ഓക്കെ, അടുത്തതൊരു ഫണ്ടമെന്റൽ പ്രോബ്ലം എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. let A be a fixed m by n matrix. Find all m by 1 matrices B such that the system of equation AX equal to B equal to consistent. അപ്പോൾ ഇതാണ് നമ്മളോടൊരു ഈ ഭാഗത്തു നിന്ന് ഒരു പ്രോബ്ലം ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇതാണ്. അപ്പോൾ ഇതിന്റെ പ്രോബ്ലംസ് ആണ് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാന്ന് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഈ രണ്ട് തിയറംസ് നന്നായിട്ട് പഠിച്ച് നോട്ട് എഴുതുക.